കാര്യം നോക്കിയെടുക്കൂല. ചുമ്മാ തങ്കം തങ്കം വിളിച്ചിട്ട് കാര്യമുണ്ടോ? എവിടെടി നോക്കിയെടുക്ക് നീ സമാധാനത്തിന് നോക്കിയെടുക്ക്. അല്ല ഞാനിവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. ഉണ്ടാവും. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ അവിടെയാണ് വെച്ചതെന്ന് എന്റെ ഒരു ഓർമ്മ. ഉടനെ അവള് പറഞ്ഞു ഇവിടെ. ഇതിപ്പോ ക്ലീറ്റോ പറഞ്ഞ കേട്ടതൊന്നും ഞാനാ കൊണ്ടേ കളഞ്ഞെന്ന്. എടി ഇപ്പൊ ഇവിടെ ഇരുന്ന സാധനം അപ്രത്യക്ഷമാവൻ ഇത് മജീഷ്യൻ മുതുകാടിന്റെ വീടുമല്ലോ. ചോദിച്ചു നോക്ക്. എടി എന്റെ മൊബൈൽ കാണാമല്ലോ. ഞാൻ ഇപ്പൊ അവിടെ എവിടെയോ വെച്ചു. അത് മൊബൈൽ നീ അത് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് മൊബൈലിൽ കേൾക്കുമ്പോൾ നീ തറയിൽ നോക്കണം. തറയിലെന്നിട്ട് ഞാൻ അവിടെ കട്ടില്ല വെച്ചത്. ക്ലീറ്റോ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാണ്, ഇത് ആ കടയിൽ ഇരിപ്പുണ്ടാവും. ഈടി കടയിൽ ഞാൻ ആ കടയിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ ആ ഫോൺ എടുത്ത് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കി നോക്കി നടന്നാ വന്നത്. അതും കൊണ്ട് പിന്നെ അങ്ങനെ അവിടെ കാണാതെ പിന്നെ ഇതവിടെ നടന്നു പോയാ. അതെ നിർത്ത്. ഫോൺ ഇരിപ്പുണ്ട് അവിടെ എങ്ങാനും? നാത്തൂന്റെ ഫോണ് ഇതൊരു പോലീസുകാരുടെ വീടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഇങ്ങനെ മോഷണം പോകാതെ. നമ്മളെ വീട്ടിലെ ചെറിയ വീടാണെങ്കിൽ ഇന്നേവരെ അങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ടോ? പറഞ്ഞ പോലെ ബെല്ലടിക്കണ്ടല്ലോ. ഉണ്ടോ? അതെ കട്ട് ചെയ്ത്. അയ്യോ ഒന്നര വിളിക്ക്. കട്ട് ചെയ്യാനുള്ള നാത്തൂനെ ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നോ? ഞാൻ കണ്ടില്ല. ആരും വന്നില്ലല്ലോ ഇവിടെ. എടി ഇതൊരു ഏസയുടെ വീടല്ലേ ഇവിടെ. ഇവിടെ ഒരു സാധനത്തിന് ഒരു ഇതില്ലാന്ന് പറഞ്ഞാ നീ മര്യാദക്ക് നോക്കിയിട്ടുണ്ടാവില്ലേക്ക. ഇവിടെ നോക്കിയേ. അതെ അതെ. ഇനിയിപ്പോ അവിടെ നോക്കണ്ട. സംഗതി എനിക്ക് പിടികിട്ടി. കള്ളൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് മനസ്സിലായി. അതായത് ഇന്നലെ ഞാൻ വന്നപ്പോ എന്റെ ഫോണിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു കള്ളൻ. എന്നെ കണ്ടതും എന്റെ നിഴല് കണ്ടതും ആളൊരൊറ്റ ഓട്ടം. നീ ആരെ ഉദ്ദേശിക്കണേ? വേറെ ആരുമല്ല, നിന്റെ പുന്നാര മോന പോത്തുകുട്ടി ഉണ്ടല്ലോ, അവൻ തന്നെ. ആര്? മാത്തനാ? ആ പോത്തൻ തന്നെ. വിളിച്ച് ചോദിക്കാണേ. ഞാൻ അവനോട് ചോദിച്ചാൽ ശരിയാവൂല. എടി കണ്ടോന്ന് പറയാം. ഇന്നലെ അവൻ ഫോണിന്റെ അടുത്ത് വന്ന് നോക്കി നിന്നത് ഞാൻ കണ്ടതാ. അവൻ എടുക്കൂല. അയ്യോ പിന്നെ അവൻ എടുത്ത് അവന്റെ കയ്യിൽ അത് ഇരിക്കത്തില്ലല്ലോ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഭക്ഷണം. നീ അവനോട് ചോദിച്ചു കളിക്കാതെ. ഞാൻ ചോദിച്ചാലേ ശരിയാവൂല. പറയാൻ പറ്റില്ല. ഞാൻ അവനോട് ചോദിച്ചിട്ട് പറയാം. നീ ചോദിച്ചിട്ട് പറയാം. ഞാൻ ചോദിച്ചും പറ്റും. ഞാൻ ചോദിച്ചിട്ടും പറ്റും. നീ നിക്കവിടെ. അവള് കൊഞ്ചിട്ട് വഷളാക്കി വെച്ചേക്കണ ചേക്കണ. നാത്തും മാത്രം പോണ്ട. അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഞാൻ പൊട്ടിക്കും. അവനെ നോക്കിയോ. എന്തിനാ പൊട്ടിക്കണ? ഫോണല്ലല്ലോ, സ്വർണ്ണപ്പെട്ടിയൊന്നുമല്ലല്ലോ. എനിക്കറിയാം ചോദിക്കാൻ. ഫോൺ എടുക്കണം. ചുമ്മാ ഫോൺ എടുക്കാം. ഫോൺ എടുക്കാൻ എന്റെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് കൊടുത്തേ. നിനക്ക് ഫോൺ എന്താന്ന് അറിയില്ലയോടാ? ഇത് എന്റെ ഫോൺ. നിന്റെ ഈ ഉണക്ക ഫോണല്ലേ എന്റെ ഫോൺ എടുക്കാനാ പറഞ്ഞ. ഞാൻ ആരുടെ ഫോൺ എടുത്തിട്ടൊന്നുമില്ല മോനെ. നീ ആ ജനലിന്റെ സൈഡിൽ വെച്ച ക്ലീറ്റോ അങ്കിളിന്റെ ഫോൺ എടുത്തില്ലേ? അത് കൊടുക്കും മോനെ. ഞാൻ എടുത്തിട്ടില്ല. പറഞ്ഞില്ലേ ഈ പൊട്ട ഫോണായിട്ടാ ഞാൻ നടക്കാൻ വേണ്ടിട്ട്. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെടുത്ത് പോയി എന്നെ ഒഴിക്ക്. ഒരുത്തില്ല അല്ല തുള്ളി കളിച്ച് നടക്കണേ. അവളോട് വല്ല പോയി ചോദിക്ക്. ചുമ്മാ എന്റെ അതിലോട്ട് കയറാൻ വരാതെ. അവൻ എടുത്തിട്ടില്ല. എല്ലായിടത്തും കൊണ്ട് കളയും ചെയ്യുന്നിട്ട് എന്റെ മോൻ കിടന്ന് പാട്ട് കേട്ടോ. അതെ അവളെവിടെ? അവളെ വിളിക്കും. ഇതുങ്ങളാണ് ഇപ്പൊ ഫോൺ എടുത്ത് കൂടുതലും കളിക്കുന്നത്. അല്ലാതെ നമുക്കുണ്ടല്ലോ ഫോൺ കണ്ടായിരുന്നോ? കണ്ടായിരിക്കണേ. ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും ഇരിക്കണ്ടാന്ന് കണ്ടാന്ന് നോക്കിയേ. ഓർത്ത് നോക്ക്. നീ കണ്ടായിരുന്നാ? ഇല്ല മോനെ. വഴക്ക് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പിള്ളേര് ഫോൺ എടുത്ത് കളിക്കാൻ പാടില്ല. അതെ നിങ്ങളൊന്ന് മാറിയുന്നേ. എനിക്കറിയാൻ ചോദിക്കേണ്ട രീതി. അതെ പിള്ളേരുടെ അങ്ങനെ ചോദിച്ചാൽ അവർ പറയും. ഞാൻ ഫോൺ എടുത്താളി. സത്യം പറഞ്ഞാണോ ഫോൺ എടുത്തോളാൻ? ഫോൺ എടുത്ത് പറയണേ. സത്യം പറയണേ. കണ്ട കണ്ട അവള് കരയുന്നു. ഇവള് തന്നെ എടുത്തത്. ഇവള് തന്നെ എടുത്ത്. അവള് സമ്മതിച്ചു. എടി അവള് കരയല്ലേ. കരഞ്ഞാ പിന്നെ നീ പറഞ്ഞേ. ഫോൺ എവിടെ? ഫോൺ എടുക്ക. പിള്ളേര് ഇങ്ങനെ ഫോൺ എടുത്ത് കളിക്കാൻ പാടില്ല. അത് ദോഷാണ്. വെച്ചേക്കണ സ്ഥലം കാണിച്ചുതരാം. ഞാൻ എടുത്തിട്ടില്ല. എവിടെ ഉള്ളെന്ന് കാണിച്ചുതരാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ഒട്ടിച്ച്. അതിന് അവള് എടുത്തെന്ന് പറയണില്ലല്ലോ. അവള് കാണിച്ചു തരാന്നല്ലേ പറയണേ. കാണിച്ചാൽ അവളെടുത്ത് എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചല്ലേ. എവിടെ കാണിച്ചാ പോ അങ്ങോട്ട്.
ஏது சொல்ல கண்ணோடு கண் பேசும் வார்த்தை இல்ல என்னென்னவோ உள்ளுக்குள்ள கண் சேர வந்தேற வார்த்தை இல்ல എന്താണിത്? ഒന്നുമില്ല. ഇതെന്താണെന്ന് കള്ളത്തരം. അതെ എന്തിനാ വെറുതെ കൊച്ചിനെ അടിക്കണ? അവളെന്ത് തെറ്റിയത്? അതിന് നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തണേ? അവൾ നമ്മുടെ അവിടെ ആയിരുന്നപ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ദുശീലം ഉണ്ടായിരുന്നു? അവള് ഫോണ് കൈകൊണ്ട് തൊടില്ലായിരുന്നല്ലോ. ഇവിടെ ഇങ്ങോട്ട് വന്ന് കാല് കുത്തിയതേ തുടങ്ങി വേണ്ടാത്ത ശീലങ്ങളൊക്കെ. അതെങ്ങനെ ഓരോന്ന് കണ്ടു കേട്ടുമല്ലേ പഠിക്കണേ? കർത്താവേ, ദിവസം കുറച്ചായില്ല. അതിന് മുമ്പ് ഇതിങ്ങനെ ആയെങ്കിൽ ഇനി ബാക്കിയുള്ള ദിവസം നിൽക്കുമ്പോ അത് എന്തൊക്കെ വേണ്ടതിനും പഠിക്കുകയോ ഉണ്ടോ? മനസ്സിലായത് കൊണ്ടേ Alien versus Alien.